ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കുരുന്നുകളെല്ലാം 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം എത്തിയോ? അവിടെയെല്ലാം സജ്ജമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വൃന്ദ, പ്രത്യേകിച്ച് പറയേണ്ടത് ഇപ്പോൾ സാധാരണ ഈ സ്കൂൾ കലോത്സവം, ഈ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട ലോഗോ പ്രകാശിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. എല്ലാം സെറ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കുഞ്ഞു കുട്ടികളെല്ലാം അവരുടെ ആദ്യപാഠം പഠിക്കാനുള്ള ഒരു തുടക്കത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇനി വലിയ ഒരു വിശേഷങ്ങളുടെ നാളുകളാണ് അവർക്ക്. ഇന്ന് എല്ലാവരും ഇവിടെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം സ്കൂളിലാണ്. ഇവിടെ ഈ പ്രദേശത്തൊക്കെ കുട്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലേക്ക് ഇനി ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കുട്ടികളുണ്ട് ഇവിടെ, ഈ സ്ഥലത്തെല്ലാം കുട്ടികളുണ്ട്. ഹലോ, പേരെന്താ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? മോളുടെ പേരെന്താ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ ക്ലാസ് ഒക്കെ അടിപൊളിയായിരിക്കും എന്നാണ്, സ്കൂൾ സൂപ്പറാന്നൊക്കെ കുട്ടികൾ പറയുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. ചിലരൊക്കെ വീടുകളിൽ നിന്ന് വരുമ്പോഴുള്ള ആ ഒരു വിഷമമൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുമുണ്ട്. ഏതായാലും ഈ സ്കൂൾ പ്രവേശന ദിവസത്തിൽ തന്നെ കൂടുതൽ പേരും സന്തോഷിച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. കുറേ പേരൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാരെ പിരിഞ്ഞു വരുന്നതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. ഏതായാലും വലിയൊരു ഉത്സവം തന്നെയായിരിക്കും, ഒരു ആഘോഷമായി തന്നെയാണ് സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നത്. കുട്ടികളെ വരവേൽക്കാനായിട്ട് ഇപ്പോൾ വാദ്യമേളമെല്ലാം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കുന്നത്. അതോടൊപ്പം കുട്ടികൾക്ക് ഗിഫ്റ്റായി നൽകാനായിട്ട് ചെറിയ തൊപ്പികളൊക്കെ ഇവിടെ, കടലാസ് തൊപ്പികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മേശപ്പുറത്തെല്ലാം. ടീച്ചർമാരൊക്കെ അത്രത്തോളം വലിയ ഒരു വരവേൽപ്പാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഇതിപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ആവേശം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് നാളെയും വരാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. രാവിലെ തന്നെ നേരത്തെ നമ്മൾ ക്ലാസ് റൂമുകളെല്ലാം കാണിച്ചിരുന്നു. ക്ലാസ് റൂമിനുള്ളിലെല്ലാം ആ പഴയകാല